ഇന്ന് നമുക്ക് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു യുദ്ധം ചെയ്യാനുള്ളത് ആരോടാണെന്നറിയോ? അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനോടാണ്. നമ്മുടെ ശരീരത്തിനോട് ഉള്ള കൊഴുപ്പിനോട് നമ്മളൊരു യുദ്ധം ചെയ്ത് അതിനെ പൊരുതി തോൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ തടയാനും നമ്മെ ഹെൽത്തിയായി നിലനിർത്താനും പൊണ്ണത്തരി ഉണ്ടാകുന്നത് തടയാനും സാധ്യമാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ പൊരുതി തോൽപ്പിക്കാൻ പോകുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പതിയെ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരു ഭക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ വാരി വലിച്ച് അങ്ങോട്ട് തിന്നാൻ പാടില്ല. നിങ്ങൾ വേഗത്തിൽ ഇങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ വയറ് ഫുള്ളായി എന്നുള്ള മെസ്സേജ് എത്തണമെങ്കിൽ 20 മിനിറ്റ് സമയമെടുക്കും. അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളെ വയറ് നിങ്ങൾ ഷാപ്പാടടിച്ചിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭക്ഷണം അവിടെ ചെല്ലുന്നതോട് കൂടി നമ്മൾ അരക്കെട്ടിൻ്റെ വണ്ണം കൂടുകയും നമ്മുടെ ശരീരത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് കൊഴുപ്പുകൾ ശേഖരിച്ച് എടുക്കുകയും അത് നമ്മളിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ എംപ്റ്റി കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ എംപ്റ്റി കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ? അത് പഞ്ചസാര ഇട്ട പാനീയങ്ങളാണ്. ഇത് അവിടെ ചെല്ലുമ്പം ഇത് അപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് അപ്പം തന്നെ അത് നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂട്ടുകയും ചെയ്യും. അതേസമയം നിങ്ങൾ നട്ട്സും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാമാണ് കഴിക്കുന്നതെങ്കിൽ അത് പതിയെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദഹിച്ചു പോകുള്ളൂ. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഫില്ലായി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇതായിട്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതും പുരുഷന്മാരിലാണ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം കൂടുതലായിട്ട് കഴിക്കാനുള്ള സാധ്യതയുള്ളത്. സ്ത്രീകളിൽ അത് കുറച്ച് കുറവാണ് എന്നാണ് പറയുന്നത്. എങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ വലിപ്പം, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ നല്ല വർണ്ണശബളമായിട്ടുള്ള അലങ്കാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ അലങ്കാരമൊന്നും ഇല്ലാത്ത ചെറിയ പ്ലേറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഉറക്കക്കുറവ് നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ വലിയൊരു കാരണമാകുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിൻ ഗ്രേലിൻ എന്ന് പറയുന്ന ഹോർമോണുകളൊക്കെ നമ്മുടെ വയറിൽ ഫുള്ളായി എന്ന് മെസ്സേജ് കൊടുക്കുന്നതാണ്. ഈ ഗ്രേലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായിട്ട് ബാധിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അടിച്ച് നിരപ്പാക്കിയിട്ട് നല്ല ആരോഗ്യമായിട്ടുള്ളൊരു ശരീരം വീണ്ടെടുക്കാൻ സാധ്യമാവും.